ഇനി വേറൊന്ന്, ഈ ആദ്യം പറഞ്ഞ ആൾ ഇങ്ങനെ അപകടമുണ്ടാക്കിയ ആൾ പുറത്തു പോയാൽ എന്താ ഉണ്ടാവുക? ആരെങ്കിലും അവനൊരു ജോലി കൊടുക്കുക? അവൻ വഷളനായിട്ടുണ്ടാവില്ലേ? അതെ. ഈ പറഞ്ഞ ആൾ നിങ്ങൾ സാലറി കൂട്ടണം, ഞാനിത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ ഒരാൾ ഇറങ്ങിയാൽ പുറത്ത് ആളുകൾ കാത്തിരിക്കുകയായിരിക്കില്ലേ? കാത്തിരിക്കും. ഇതാണ് ഓരോ ബിസിനസ്മാൻമാരും ഓരോ എംപ്ലോയിയും ഓരോ ടീമിലുള്ള ആളുകളും ചിന്തിക്കേണ്ടത്. അതെ, ചിന്തിക്കുക എന്നുള്ളതല്ല, നമ്മൾ അവർക്ക് ഇൻപുട്സ് കൊടുത്തുകൊണ്ടേയിരിക്കണം. അതെ ഇതിനൊക്കെ നമ്മളുടെ ക്യാപ്റ്റൻസ് അല്ലെങ്കിൽ ടീം ലീഡേഴ്സ് ഇത്തരത്തിലുള്ള ആളുകളാണ് ആക്ച്വലി ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അതെ എന്താണ് അവർക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നത് എന്നുള്ളതെല്ലാം. പക്ഷേ അവർ ചിന്തിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിലുള്ള അവരുടെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. അവിടെ അവർക്ക് അവരുടെ ലൈഫിലെ ഏറ്റവും വിലപ്പെട്ട സമയം നഷ്ടപ്പെടുന്നു, പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ലത് ചെയ്യാൻ പറ്റുമായിരുന്നു ഈ സമയം കൊണ്ട്. അതെല്ലാം അവർക്ക് നഷ്ടപ്പെടുകയാണ്. ഇതൊന്നും അവിടെ അവർ തിരിച്ചറിയുന്നില്ല. ഇപ്പം തിരിച്ചറിയുമ്പോഴേക്കും വൈകിപ്പോവും. നമ്മളെ കമ്പനിയൊക്കെ ഒരുപാട് എമൗണ്ടുകൾ ഇങ്ങനെ ആഗ്രഹിക്കുന്ന എംപ്ലോയീസിന്, കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് വളരണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇഷ്ടം പോലെ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടും, ഇതുപോലെ ടൈമുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടും, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും തീരെ മുകളിലേക്ക് വരില്ല എന്ന് മർക്കട മുഷ്ടി. സാധാ ഒരു മുഷ്ടി കൊണ്ടൊന്നും അങ്ങനെ നിൽക്കാൻ ഒരാൾക്ക് കഴിയില്ല. അവരെ മാക്സിമം ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ട് പിന്നെയും മുഷ്ടി പിടിച്ച് നിൽക്കുന്ന ആളുകളെയാണ്, അപ്പോഴാണ് ഈ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുക. ആരെയാണ് ഇവിടുന്ന് പുറത്തേക്ക് ആക്കേണ്ടതെന്നുള്ള. അപ്പോൾ ആദ്യത്തെ ലിസ്റ്റിൽ ഇങ്ങനത്തെ ആളുകളുടെ പേരുകളാണ് വരിക. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് പുറത്തു പോയാലും, കാരണം ഇവിടെ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള ഹിസ്റ്ററി ആയിരിക്കുമല്ലോ പുറത്തൊരാൾക്ക് എടുക്കുമ്പോഴും നോക്കുക. എന്തൊരു അപകടമാണ് ഈ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇത് ബിസിനസ്സിൽ ഇങ്ങനത്തെ ആളുകൾ എടുക്കുമ്പോൾ ഇടക്കിടക്ക് നമ്മൾ ബിസിനസ്സന്മാർ ഇത് ഓർമ്മിപ്പിക്കണം, കൂടെയുള്ള ടീമിനെ, സർവറിലെ കീ പോയിന്റിലുള്ള ആളുകൾ ഇത് ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കണം. അതെ, റിവ്യൂ സിസ്റ്റം മസ്റ്റാണ്. അതെ, അവർക്ക് ആ ഇൻപുട്സ് നിരന്തരം കൊടുക്കുകയും പലപ്പോഴും നമ്മൾ മതിമറന്ന് വഴി മാറിപ്പോകാറുണ്ട്. ഇപ്പോൾ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള AB ടാസ്കുകൾ, അതായത് ഫസ്റ്റ് 2 പ്രയോറിറ്റിയുള്ള ടാസ്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും സെലിബ്രേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിലോട്ട് മാറിപ്പോകുന്ന പ്രവണത, ഇതൊക്കെ സാധാരണമാണ്. പക്ഷെ അവിടെയാണ് ഈ ടീം ലീഡേഴ്സിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. അവരെ പിടിച്ചിരുത്തുക എന്നുള്ള എല്ലാ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അതാണ് നിൻ്റെ പ്രയോറിറ്റി. അതിനി എന്തൊക്കെ സെലിബ്രേഷൻ ഉണ്ടായാലും, പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഈ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു കവിത പഠിച്ചിട്ടുണ്ട്. woods are dark and steep, but we have promises to keep. Miles and miles to go before I sleep. വുഡ്സ് ഫോറസ്റ്റ് എല്ലാം നല്ല മനോഹരമാണ്, നിങ്ങളുടെ ചുറ്റിനും മനോഹരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോമിസസ് കീപ്പ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് മൈൽസ് ആൻഡ് മൈൽസ് പോവാനുണ്ട് ബിഫോർ യു സ്ലീപ്പ്. വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ ചെറുപ്പത്തിൽ ഈ ഓർമ്മകൾ ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. തീർച്ചയായിട്ടും. അല്ലാതെ ഈ ഒരാൾക്കും ഒരാളെയും തോൽപ്പിക്കാനോ ഒരാൾക്കും ഒരാളെയും ജയിപ്പിക്കാനോ കഴിയില്ല. എന്നാൽ നമുക്ക് നമ്മളെ തോൽപ്പിക്കാൻ കഴിയും, നമുക്ക് നമ്മളെ ജയിപ്പിക്കാം. ഇവിടെയാണ് അതിനുള്ള കൾച്ചർ എന്ന് പറയുന്നത്. ഈ കൾച്ചർ വരുമ്പോൾ അവിടെ ആളുകൾക്ക് നല്ലൊരു കൾച്ചറാണെങ്കിൽ അവർക്ക് തോൽക്കാൻ വിസമ്മതിക്കും അവർ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആവും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ KPI KRS ഒക്കെ വെച്ചിട്ടും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിലോ എന്തോ ആയിക്കോട്ടെ, നല്ലൊരു കൾച്ചർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. മാറ്റങ്ങൾ വരും അവിടെ. കാരണം ഏതൊരു സ്ഥാപനവും കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് പറഞ്ഞാൽ പ്രൊഡക്റ്റ് കൊടുക്കുന്നതിലല്ല, ഇത്തരത്തിലുള്ള വാല്യൂസ് ഡെലിവർ ചെയ്യുന്നതിലാണ്. ഇപ്പം ഹനീഫിക്ക് കൊടുക്കുന്ന അതേ മൊബൈൽസ് കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എന്തുകൊണ്ട് ഹനീഫിക്ക് കസ്റ്റമേഴ്സ് തേടി വരുന്നു എന്നുള്ള ആ വാല്യൂ ഉണ്ടല്ലോ, അത് മിന്നിച്ചു കൊണ്ടേയിരിക്കണം. അത് കെടാതെ നോക്കണം. അത് പുതിയ ആളുകൾ വരുമ്പോഴും പോകുമ്പോഴും പഴയ ആരാണെങ്കിലും അവരെല്ലാവരും ഇത് ഓണർ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. തീർച്ചയായിട്ടും. എത്രയോ ദൂരത്തു നിന്ന്, ഇപ്പം ഇന്നലെ ഒരു കസ്റ്റമർ ഷാർജയിൽ നിന്ന്, നമ്മുടെ അജ്മാനിലായിരുന്നു നിൽക്കുന്നത്, ഷാർജയിൽ നിന്ന് ഫോൺ ചെയ്ത് ചോദിക്കുന്നു, ഇവിടെ വന്ന് ഞാൻ ഫോൺ ഉണ്ട് പറഞ്ഞു. ഇവിടെ വന്നൊരു ഫോൺ എടുത്ത് തിരിച്ചു പോയതിനു ശേഷം വീണ്ടും ഒരു ലെതർ കേസിന് പോലും പുറത്തേക്ക് പോകണമെന്ന് അവർ ചിന്തിക്കുന്നില്ല. വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്ന് ലെതർ കേസും സ്റ്റിക്കറും ഇട്ടിട്ട് പോകുന്നത്. എന്തുകൊണ്ട് ഇത്തരം ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും അവിടേക്കൊന്നും പോകുന്നില്ല? ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കൾച്ചർ. ഹനീഫിക്ക, നമ്മളുടെ ട്രിവാൻഡ്രം ട്രിപ്പ് ഓർമ്മയുണ്ടോ? അതെ, നമ്മൾ 2-3 വർഷം മുന്നേ അല്ലേ? വർഷം മുന്നേ മൊത്തം നമ്മുടെ ഫാമിലി, ഞങ്ങളെല്ലാവരും, ഞാനും ഹനീഫിക്കയും പിന്നെ അതുപോലെ സെക്രട്ടറി സാറും ഫാമിലി ആയിട്ട് ഞങ്ങളൊരു 14-15 പേരോളം അല്ലേ, ഞങ്ങളൊരു ട്രിവാൻഡ്രം ട്രിപ്പ് പോയി. അന്ന് നമ്മൾ സ്റ്റേ ചെയ്ത ഒരു റിസോർട്ടിലായിരുന്നു അല്ലേ? ആ റിസോർട്ട് വളരെ മനോഹരമായിരുന്നു. വളരെ മനോഹരം. ബീച്ച് സൈഡായിരുന്നു,
താമസിക്കാനും അവിടുത്തെ എല്ലാം ഫുഡും എല്ലാം നല്ലതായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നു ട്രിവാൻഡ്രത്ത് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ആ റിസോർട്ടിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുക ഇന്നലെ പോയ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പോയ ഹിൽട്ടൺ ആണ്. കാരണം ഫെസിലിറ്റീസ് അല്ല, മനുഷ്യരോട് ഇന്ററാക്ട് ചെയ്യുന്ന, അവിടെ നമ്മളോട് ആരും ഇന്ററാക്ട് ചെയ്തിട്ടില്ല. ശ്രദ്ധിച്ചോ, നമ്മൾ നേച്ചറിനോട് എൻവയോൺമെന്റിനോട് ഇന്ററാക്ട് ചെയ്തു, സന്തോഷത്തോടു കൂടി നടന്നു, നമ്മുടെ ആ ഹട്ടിലൊക്കെ താമസവും എല്ലാം ഭംഗിയുള്ളായിരുന്നു, നേച്ചറോട് ഇന്ററാക്ട്. പക്ഷെ മനുഷ്യരോട് ആരോടെങ്കിലും നമ്മൾ ഇന്ററാക്ട് ചെയ്തോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി എൻ്റെ ഓർമ്മയിലില്ല. ഫസ്റ്റ് തുടക്കത്തിലും പോരുമ്പോൾ നമ്മൾ ചാവി കൊടുക്കാനും മാത്രമേ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുള്ളൂ.